നോക്കൂ, ഇത് നമുക്കെല്ലാം വളരെ അധികം ആനന്ദദായകമായ ഒരു മുഹൂർത്തമാണ്. വിശേഷിച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അയോധ്യയിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമി വീണ്ടെടുക്കുവാൻ വേണ്ടി ഹിന്ദു സമൂഹം, വിശേഷിച്ച് ഭാരതീയരും ഭാരതീയ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ കണ്ണിരെണ്ണയൊഴിച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം, അത് അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രം ഇത്ര ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഭാരതത്തിൽ 48,000-ഓളം ക്ഷേത്രങ്ങൾ മുഗളന്മാരുടെയും അതിനു മുമ്പുള്ള മുസ്ലിം അധിനിവേശ ശക്തികളുടെയും പ്രയത്ന ഫലമായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്, കാശി വിശ്വനാഥ ക്ഷേത്രം അടക്കം. പക്ഷെ എന്താണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ക്ഷേത്രത്തിന് ഇത്ര അധികം ഒരു പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ, ഈ രാമ രാമ എന്ന രണ്ടക്ഷരം ജനഹൃദയങ്ങളുടെ മിടിപ്പാണ്. അത് എനിക്ക് തോന്നുന്നു ശ്രീരാമചന്ദ്രസ്വാമിയുടെ അവതാരത്തിന് ശേഷം, അതായത് ത്രേതായുഗത്തിലെ രാമന്റെ ആവിർഭാവത്തിന് ശേഷം ജനഹൃദയങ്ങൾ ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച മറ്റൊരു മന്ത്രമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസാ സമരത്തിൽ പോലും ഗാന്ധിജിയുടെ ചുണ്ടുകളിൽ രാമ 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 എന്ന മന്ത്രം നിരന്തരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മന്ത്രത്തിന്റെ ശക്തി സ്വാതന്ത്ര്യ സമരത്തിലൂടെ തന്നെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു ആയുധവുമില്ലാതെ നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചെയ്ത സമരത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം ശ്രീരാമനാമമായിരുന്നു എന്നത് നിസ്തർക്കമാണ്. അത് ആർക്കും തർക്കിക്കാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഉപരി കോൺഗ്രസ് എന്ന് പറഞ്ഞ കക്ഷി നടത്തിക്കൊണ്ടുവന്നിരുന്ന ഈ കണ്ണിൽ പൊടിയിടലുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഭവ്യമായ മന്ദിരം ഉയരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ നേതൃത്വിൽ ജനകോടികൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി അധിനിവേശ ശക്തികളുടെ കെട്ടുമാറാപ്പുകളെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നിയമവിധേയമായി ജീവിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി സമ്പാദിച്ച ശേഷം ഭവ്യമായൊരു മന്ദിരം അവിടെ ഉയർന്നു വരുന്നത്. ഏറ്റവും ചിന്തനീയമായ കാര്യം, ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേക സമയത്തെ ശ്രീരാമചന്ദ്രസ്വാമി രാജാവായി വാഴാൻ പോകുന്ന കാലഘട്ടത്തെ വാൽമീകി മഹർഷി വാൽമീകീയ രാമായണത്തിൽ വ്യക്തമായ അയോധ്യാകാന്ഡത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ. അതായത് ശ്രീരാമചന്ദ്രസ്വാമി വൈദേഹിയോടുകൂടി സീതാദേവിയോട് കൂടി ഉപവാസത്തെ വരിച്ചു. എന്തിനു വേണ്ടി? ദീക്ഷ വരിച്ചു. വസിഷ്ഠ മഹർഷിയാണ് ദീക്ഷ വരിപ്പിക്കുന്നത് അവരെ കൊണ്ട്. അവർ ദീക്ഷ ഉപാസനം ചെയ്ത് എത്രയോ ദിവസങ്ങൾ ഉപാസന ചെയ്തുകൊണ്ട് ഈ പട്ടാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. ആ സമയത്ത് ജനങ്ങൾ പ്രമുദിത ചേതസ്സുകളായി എന്നാണ് വാൽമീകി പറയുന്നത്. അവർക്കെല്ലാം പ്രമോദമുണ്ടായി, അതായത് ആനന്ദലഹരി ഉണ്ടായി. തങ്ങളുടെ യുവരാജാവ് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ പട്ടാഭിഷേകം കാണുവാൻ വേണ്ടി ജനങ്ങൾ പുലരും മുൻപേ തന്നെ തോരണങ്ങൾ തൂക്കിയും നഗരം വൃത്തിയാക്കിയും അലങ്കരിച്ചും എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറായെന്നാണ്. ഇത് കേട്ട് ഈ വൈദേഹിയും ശ്രീരാമചന്ദ്രസ്വാമിയും കൂടി വ്രതമെടുത്തു എന്ന് കേട്ട ഉടൻ തന്നെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പലവിധ ഉപഹാരങ്ങളെ കൊണ്ടും മറ്റും അയോധ്യയിലേക്ക് വരികയും അയോധ്യ നഗരി മുഴുവൻ അങ്ങേയറ്റത്തെ ശുചിയാക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയും തോരണങ്ങൾ തൂക്കുകയും ചെയ്തു എന്നാണ്. ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേക കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എത്ര ആനന്ദകരമായിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മിതിയെ ചെയ്യാൻ സഹായം ചെയ്തത്. മാത്രമല്ല, ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള കാൽവയ്പ്പിന് വേണ്ടി എന്തെന്ത് ചിന്തകളാണ് കേന്ദ്ര സർക്കാരിന്റെ മനസ്സിലൂടെ പോയത്. നോക്കൂ, ശ്രീ വാൽമീകിയ മഹർഷിയുടെ പേരിലുള്ള ഒരു എയർപോർട്ട് വരികയാണ്, ഭവ്യമായ എയർപോർട്ട്. ലോകത്തിന് മുഴുവൻ ഭാരതത്തിന്റെ ഹൃദയസ്ഥാനം ഇന്ന് മറ്റെല്ലാ ദിശകളിൽ നിന്നും മാറി അയോധ്യ ഭാരതത്തിന്റെ ഹൃദയമാകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. മാത്രമല്ല, ബാലാലയത്തിൽ ഇരുത്തി നൂറ്റാണ്ടുകൾ ക്ലേശിപ്പിച്ചു പല സർക്കാരുകളും പല ശക്തികളും. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ ഹിന്ദുക്കളെ സീരിയൽ നൽകിയിട്ട് രാമായണ കഥ കേൾപ്പിച്ച് വോട്ട് നേടി. പലപ്പോഴും വന്നു ചേരുന്ന നമുക്ക് തന്നത് സീരിയലുകൾ മാത്രമാണ്. അതിലൂടെ വീരിന്റെയും നിർമ്മയുടെയും പരസ്യമായിരുന്നു വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് രാമായണ കഥയെ സീരിയലാക്കി അവതരിപ്പിച്ചത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങിയ കോൺഗ്രസിനെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയുകയും നമുക്ക് ഇതല്ല വേണ്ടത്, നമ്മുടെ സ്വാമി പട്ടാഭിഷേകം കഴിയണം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വാഗ്ദാനം നൽകുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ ഈ രാമസ്വാമി ക്ഷേത്രം പണിയുക തന്നെ ചെയ്യുമെന്ന്. അത് എത്ര ഭവ്യമായിട്ട്, എത്ര ആനന്ദകരമായിട്ടാണ് ആ പ്രവൃത്തി അവർ നിർവഹിച്ചതെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചരിത്ര നിയോഗമാണ്. ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീരാമചന്ദ്രസ്വാമിയെ പട്ടാഭിഷേകം കാണാൻ കാത്തിരുന്ന
മനുഷ്യരും മനുഷ്യേതരവുമായിരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ഹൃദയ വ്യഥയ്ക്ക് പരിഹാരമാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭവ്യ മന്ദിര നിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കുന്നത്. ഇത് അനൽപമായ സന്തോഷത്തെ പ്രമുദിതമായ മനസ്സോടുകൂടി കോടിക്കണക്കിന് ജനങ്ങൾ ലോകമെമ്പാടും ഏറ്റെടുക്കും. ഭാരതത്തിന്റെ ആത്മീയ ഹൃദയം അയോധ്യയിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണെന്നതിൽ ഞാനടക്കമുള്ള എല്ലാവരും അങ്ങേയറ്റം സന്തോഷിക്കുന്നു.